ഏതെങ്കിലും രൂപത്തിലുള്ള മന്ത്രിച്ചൂതിയതിന് സമാനമായ വല്ല നൂലോ വളയങ്ങളോ മറ്റോ ഉണ്ട് എങ്കിൽ അത് നിങ്ങൾ പൊട്ടിച്ചു കളയണം എന്ന് റസൂലുള്ള പറഞ്ഞത് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പറഞ്ഞു വന്നത്, അത്തരം ചില പ്രവണതകൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. റസൂലുള്ള സ്വീകരിച്ച ആ നിലപാട് അത് ശിർക്കിന്റെ ഗണത്തിലാണോ, കേവലം അനാവശ്യമായ കാര്യമായി മാത്രം കാണേണ്ടതാണോ എന്നത് സ്വഹാബിമാരുടെ നിലപാടിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇമാം അഹ്മദിനെ പോലുള്ളവർ റിപ്പോർട്ട് ചെയ്ത അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ ഒരു സംഭവം കാണാം. മഹാനായ ആ സ്വഹാബി ഒരിക്കൽ തൻ്റെ ഭാര്യയോടൊപ്പം ഇരിക്കുമ്പോൾ ഭാര്യയുടെ കഴുത്തിൽ ഒരു ചരട് പോലെ, നൂല് പോലെയുള്ള ഒരു വസ്തു കണ്ടു. ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ചെങ്കണ്ണ് വരാതിരിക്കാൻ അവരുടെ വീടുമായി ബന്ധമുള്ള ഒരു സ്ത്രീ മന്ത്രിച്ചൂതി തന്നതാണ്, അവർ നിർദ്ദേശിച്ചതനുസരിച്ച് ബന്ധിച്ചതാണെന്ന് പറഞ്ഞു. ആ സമയത്ത് അത് വലിച്ചു പൊട്ടിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞൊരു വാചകം, ഇബ്നു മസ്ഊദിന്റെ കുടുംബത്തിന് ശിർക്കിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അപകടങ്ങൾ വരാതിരിക്കാൻ ശരീരത്തിലോ വാഹനത്തിലോ ഇതുപോലുള്ള നൂലുകളും വളയങ്ങളും ഉപയോഗപ്പെടുത്തുന്നത് ശിർക്കാണ് എന്ന് സ്വഹാബിമാർ നിലപാടായി പ്രഖ്യാപിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വിഷയത്തിൽ പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ ധാരാളം നിർദ്ദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയത് നമുക്ക് കാണുവാൻ സാധിക്കും. മൻ തഅല്ലഖ തമീമ ഫഖദ് അശ്റക, മന്ത്രിച്ചൂതിയ നൂലുകൾ, ചരടുകൾ, ഏലസുകൾ, വളയങ്ങൾ അത് ബന്ധിക്കുന്നത് ഷിർക്കിന്റെ പ്രവർത്തനമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെ ഷിർക്കായി മനസ്സിലാക്കാനും അത് വലിച്ചെറിയുവാനുമുള്ള ഒരു മനസ്സും നിലപാടും തീർച്ചയായും നാം സ്വീകരിക്കണം.